ഹരിശ്രീ ഗണപതിയെ നമ. അവിഘ്നമസ്തു. കിഷ്കിന്ധാകാന്ഡം. രാമലക്ഷ്മണന്മാർ സീതാവിയോഗ ദുഃഖത്തോടെ പമ്പാതീരത്തുകൂടി നടന്ന് ഋഷ്യമൂകാതലത്തിലെത്തി. അവിടെ വെച്ച് അവർ ഹനുമാനെ കണ്ടുമുട്ടി. ഹനുമാൻ രാമലക്ഷ്മണന്മാരെ സുഗ്രീവ സന്നിധിയിലെത്തിക്കുകയും അവിടെ വെച്ച് ശ്രീരാമനും സുഗ്രീവനും അഗ്നിസാക്ഷിയായി പരസ്പരം സഖ്യം ചെയ്യുകയും ചെയ്തു. ഇതുവഴി ബാലി നിഗ്രഹം, സീതാദേവിയെ കണ്ടെത്തൽ, സുഗ്രീവ രാജ്യാഭിഷേകം എന്നീ കാര്യങ്ങൾക്കെല്ലാം പരസ്പരം സഹായിക്കാമെന്ന് സത്യം ചെയ്തു. തുടർന്ന് സുഗ്രീവനോട് ബാലിയെ യുദ്ധത്തിനായി ക്ഷണിക്കാൻ ശ്രീരാമൻ പറയുന്നു. എന്നാൽ ബാലിയുമായുള്ള യുദ്ധത്തിൽ സുഗ്രീവൻ പരാജയപ്പെട്ടു. കാരണം രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നതിനാൽ ശ്രീരാമന് ബാലിയെ അമ്പയാൻ സാധിച്ചില്ല. പിറ്റേന്ന് വീണ്ടും യുദ്ധത്തിനായി ക്ഷണിക്കാൻ ശ്രീരാമൻ ആവശ്യപ്പെടുന്നു. ഇത്തവണ സുഗ്രീവനെ തിരിച്ചറിയാൻ ലക്ഷ്മണനോട് ഒരു മാല ഉണ്ടാക്കി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അതുപ്രകാരം ശ്രീരാമൻ ഇട്ടുകൊടുത്ത മാലയും ധരിച്ചാണ് സുഗ്രീവൻ യുദ്ധത്തിനെത്തിയത്. എഴുത്തച്ഛന്റെ മനോഹരമായ 2 വരികൾ പ്രത്യേകം എടുത്തു പറയാതെ വയ്യ. അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കുമുണ്ട്, അച്യുതൻ നൽകിയ മാല സുഗ്രീവനും. ഇത്തവണ ശ്രീരാമൻ ബാലിക്ക് നേരെ അമ്പെയ്യുകയും നിഗ്രഹിക്കുകയും ചെയ്തു. ശേഷം സുഗ്രീവനെ കിഷ്കിന്ധയുടെ രാജാവായും ബാലിയുടെ മകൻ അംഗദനെ യുവരാജാവായും അഭിഷേകം ചെയ്തു. അനന്തരം ശ്രീരാമൻ ലക്ഷ്മണനെ ക്രിയാമാർഗോപദേശം ചെയ്യുന്നു. തികച്ചും താന്ത്രിക ശൈലിയിലാണ് ക്രിയാമാർഗോപദേശം. ചാതുർമാസ്യ വ്രതാനുഷ്ഠാനത്തിന് ശേഷവും സുഗ്രീവനെ കാണാത്തതിനാൽ ലക്ഷ്മണൻ തിരക്കി ചെല്ലുകയും സീതാന്വേഷണം സത്വരം നടത്തണമെന്നാവശ്യപ്പെടുകയും ചെയ്തു. ലക്ഷ്മണനും സുഗ്രീവനും വിരഹദുഃഖഗ്രസ്തനായ ശ്രീരാമന്റെ അടുക്കലെത്തി സീതാന്വേഷണത്തിനായി വാനരവീരരെ നിയോഗിക്കുന്നു. ഈ സമയം ശ്രീരാമൻ ഹനുമാനെ വിളിച്ച് അങ്കുലീയവും അടയാളവാക്കും നൽകി യാത്രയാക്കി. അംഗദന്റെ നേതൃത്വത്തിൽ സീതാന്വേഷണത്തിന് പോയ കവികൾ വിശപ്പും ദാഹവും കൊണ്ട് തളർന്ന് നടക്കുമ്പോഴാണ് സ്വയംപ്രഭയുടെ ആശ്രമത്തിൽ എത്തുന്നത്. അവിടെ നിന്ന് അവർക്ക് ആവശ്യാനുസരണം ഭക്ഷണവും ജലവും ലഭിച്ചു. വാനരന്മാരെ സൽക്കരിച്ച ശേഷം സ്വയംപ്രഭ ശ്രീരാമനരികിലെത്തി അനുഗ്രഹം നേടുകയും ബദര്യാശ്രമത്തിൽ രാമനാമ ധ്യാനത്തോടെ ഇരുന്ന് നാരായണപദം പ്രാപിക്കുകയും ചെയ്തു. സമുദ്രതീരത്തെത്തിയ വാനരന്മാർ സീതയെ കണ്ടെത്താൻ കഴിയാതെ അവിടെ തന്നെ ശയനം ചെയ്തു. ഈ സമയം ജടായുവിന്റെ ജ്യേഷ്ഠനായ സമ്പാതി വാനരന്മാർ ജടായുവിന്റെ ഭാഗ്യത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കുകയും അവരുടെ അടുത്ത് വന്ന് വിവരങ്ങൾ തിരക്കുകയും ചെയ്തു. അങ്ങനെ സമ്പാതി വാനരന്മാർക്ക് സീതാദേവിയെ രാവണൻ ഈ സമുദ്രത്തിനപ്പുറമുള്ള ലങ്കയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന് വിവരം നൽകി. 100 യോജന വിസ്തൃതിയുള്ള സമുദ്രത്തെ മറികടക്കാൻ ഹനുമാന് മാത്രമേ സാധിക്കൂ എന്ന് ജാംബവാൻ പ്രോത്സാഹിപ്പിക്കുകയും ഹനുമാൻ സമുദ്ര ലംഘനത്തിന് പുറപ്പെടുകയും ചെയ്യുന്നു.